ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ വിഷുവിൻ്റെ ഒരു 2-3 ദിവസത്തെ വ്ളോഗാട്ടോ നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ കാലത്ത് അധികം പണിയില്ല, കാരണം നമ്മൾ ഉച്ചയാകുമ്പോൾ അന്തിക്കാട് എത്താമെന്നാണ് വിചാരിക്കുന്നത്. ചേട്ടൻ്റെ വീട്ടിലല്ലേ വിഷു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കലത്തെ പരിപാടിയൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് കാലത്തെ ഫുഡ് മാത്രം ഉണ്ടാക്കിയത് ഞാൻ ജിമ്മിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം ജിമ്മ് മുടക്കാണ്. നമുക്ക് വിഷു ആയിട്ടും പിന്നെ വേറെ കുറച്ച് ബിസിനസ്സിൻ്റെ കാര്യങ്ങളായിട്ടും ജിമ്മ് മുടക്കേണ്ടി വരും. അങ്ങനെ നമുക്കിന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഞാൻ ജിമ്മിലേക്ക് പോവുക കേട്ടോ. ബാക്കിലൊക്കെ ഉണ്ടോ നമ്മുടെ റോട്ടിലൊക്കെ ലൈറ്റ്. അപ്പോൾ ഒരു 5:45 ഇറങ്ങി അങ്ങനെ നമ്മൾ ജിമ്മിലെത്തി. അപ്പോൾ ഞാൻ തിരിച്ചു പോരാണ്. ജിമ്മ് കാണിക്കാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് കോർ വർക്കൗട്ട് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ള വർക്കൗട്ട്, ആപ്സിനുള്ള വർക്കൗട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത് കാണിക്കാൻ കേട്ടോ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ 2 എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്ക് അമ്മൂന് നമ്മുടെ പിച്ചമ്പൊടിയില്ലേ അതും ചമ്മന്തി ഇഷ്ടം. പാറുവിന് നമുക്ക് നമ്മുടെ ഈ എന്താ പറയുക എന്താ പറയുക, നമ്മൾ ഈ തേങ്ങാപ്പാലിൽ കുഞ്ഞു എന്താ പറയുക ബോൾസാക്കി ഇട്ട് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചിട്ട് മണിപ്പൂട്ട് അതാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മൂനാണെങ്കിൽ അധികം മധുരം ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവൾക്ക് ഞാനിങ്ങനെ എരിവുള്ളതും പാറുവിന് കുറച്ച് മധുരമായിട്ടുള്ളതും ഉണ്ടാക്കിയത്. അങ്ങനെ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇനി കുറച്ചധികം പണികളുണ്ട് വീട്ടിൽ, എന്നിട്ട് വേണം പോകാൻ. ഹലോ, അപ്പോൾ ഞാൻ എൻ്റെ പ്രോട്ടീൻ എടുക്കാം കേട്ടോ. വേ പ്രോട്ടീനാണ്. ജിമ്മ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പോസ്റ്റ് വർക്കൗട്ടായിട്ട് ഉണ്ടാവും. അപ്പോൾ അതങ്ങനെയാണ്. വേ പ്രോട്ടീൻ അങ്ങനെ കഴിക്കുന്നതാണ് നല്ലതെന്നാണ് കേട്ടിട്ടുള്ളത് ഞാൻ. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അഡ്വൈസ് എൻ്റെ ഡയറ്റീഷ്യൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഷേക്ക് ചെയ്യാം. അപ്പോൾ ടിപ്പ് ഇവിടെ കിടന്നിട്ട് ഭയങ്കര ലഹളമൊക്കെയുണ്ട്, ആരെങ്കിലും കണ്ടിട്ടാണ്. അപ്പം ഇനി പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തു. ഇന്നത്തെ പരിപാടി കുളിക്കുക. പിന്നെ അതിന് മുന്നേ ചെടി നന്നായിട്ട് നനയ്ക്കണം, കാരണം നമ്മൾ ഇന്ന് പോയി കഴിഞ്ഞാൽ നാളെ വിഷു മറ്റന്നെ വരിക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, മിറ്റൊക്കെ അടിച്ച് നന്നായി വൃത്തിക്ക് വാരി ഇടണം. പിന്നെ ഒക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടണം. എന്താ വെച്ചാൽ അല്ലെങ്കിൽ വരുമ്പോൾ കച്ചറാക്കിയിട്ട് പോയാൽ വരുമ്പോൾ നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ്. നല്ല വൃത്തിയുള്ള വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭയങ്കര സമാധാനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലെ 2 ദിവസത്തേക്കൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഇവിടെ മൊത്തം വൃത്തിയാക്കി നല്ല ഒതുക്കി നീറ്റാക്കിയിട്ട് പോകും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നേരം അങ്ങനെ കിടന്നാൽ മതി. അങ്ങനെ അപ്പോൾ ഇതാട്ടാ ഞാൻ കുടിക്കട്ടെ. അപ്പം ഞാൻ നമ്മുടെ നിലാസറിക്സിൻ്റെ സ്മൂത്തി ആയിട്ട് എടുക്കുന്നത്. നിലാസറിക്സിൻ്റെ സ്മൂത്തി ഇവിടെ കഴിയാറായി. ഞാനും ഹസ്ബൻഡും അതാണ് എടുത്തിരുന്നത്. അപ്പോൾ കുറച്ചോളം ഇത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള കാലത്തേക്ക്. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയി കഴിഞ്ഞാൽ നാളെ മീനൊക്കെ അത്യാവശ്യം ഫുഡ് ചെറുതായിട്ടൊക്കെ കയറും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇപ്പോൾ വിഷുവാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ്, വിശേഷ ദിവസങ്ങളാണ്, നമ്മുടെ വീട്ടിലെന്തെങ്കിലും വിശേഷം എന്നിട്ടുണ്ടെങ്കിലും നമ്മളതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വല്ലാണ്ട് കാലറി കാൽക്കുലേറ്റ് ചെയ്ത് കഴിച്ചാൽ, അതായത് ഭയങ്കരമായി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് തിന്നണം എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കുന്നത് നമുക്ക് വരുന്നുണ്ടെങ്കിൽ കാലത്തതനുസരിച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ഉച്ചയ്ക്ക് നന്നായിട്ട് ഹെവി ആയിട്ട് കഴിച്ചാൽ വൈകുന്നേരം എന്തെങ്കിലും ഒരു ലിക്വിഡ് മാതിരി എന്തെങ്കിലും ഐറ്റംസിൽ ഒതുക്കുക, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാലഡ് മാതിരി ഒതുക്കുക. ഹെവി സാലഡ് അല്ലാണ്ട് വളരെ കുറച്ച് പോർഷൻ എടുത്തിട്ട്. അപ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഇപ്പോൾ നാളെ എനിക്ക് വർക്കൗട്ട് ഞാൻ വീട്ടിൽ ചെയ്യും, ചെറുതായിട്ട് നമ്മുടെ വാമപ്പും കാര്യങ്ങളൊക്കെ പോവാത്ത ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യാം. എന്നാലും നമുക്ക് അത്യാവശ്യം നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളും മിസ്സാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതനുസരിച്ചിട്ടും നമ്മുടെ ഫുഡ് കഴിക്കണത് ഒന്ന് സെറ്റാക്കിയാൽ മതി. ഭയങ്കരമായി കാൽക്കുലേറ്റ് ചെയ്ത് കഴിക്കണം എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് നമ്മളതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമുക്കറിയാം അടുത്ത മീൽ എങ്ങനെയായിരിക്കും നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് ഹെവി ആണോ ലൈറ്റ് ആണോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അതുപോലെ ഈ ഇടയ്ക്കുള്ള സ്നാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ വേറെ വീടുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ എന്തായാലും ഉണ്ടാവും കയവർക്ക് ശർക്കരപ്പി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ജസ്റ്റ് 1-2 പീസായിട്ട് ഒതുക്കുക. അങ്ങനെ കുറേ നമ്മൾ വയററിയാണ്ട് ഇങ്ങനെ കഴിക്കാണ്ട് അപ്പോൾ നമുക്ക് സെറ്റാക്കാൻ പറ്റും. പിന്നെ നമുക്ക് എപ്പോഴും ഒരു ചിന്ത ഉണ്ടാവണം, നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഈ 2 ദിവസം കൊണ്ട് തലയുടെ മുറക്കരുത് എന്നുള്ളത്. പായസം കുടിക്കാം, കാരണം നമ്മൾ എപ്പോഴും കുടിക്കണമെന്നില്ല. അപ്പോൾ ഒരു ഗ്ലാസ്സൊക്കെ കുടിക്കാം. അപ്പം അതനുസരിച്ച് ബാക്കി ഫുഡുകളൊന്ന് സെറ്റാക്കാം.
അങ്ങനെ കുറേ മിറ്റടിച്ച് വരാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ ബോഗൺവില്ലയും പിന്നെ ചാമ്പയ്ക്കുണ്ട്, ആപ്പിൾ ചാമ്പ. അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആപ്പിൾ ചാമ്പ ഇങ്ങനെ കുടുകൂടാന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. അതുപോലെ തന്നെ അത് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിച്ചു വരില്ലെങ്കിൽ ഇവിടെ കിടന്ന് ചെയ്യും. അതുപോലെ തന്നെ കുറേ തുണികൾ എടുക്കാനുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ കുറേ തുണികൾ വിരിച്ചിടാനുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ടിപ്പുവിന് ഫുഡ് കൊടുക്കണം. അങ്ങനത്തെ കുറച്ചധികം പണികൾ. അപ്പം ഞാൻ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണികളൊക്കെ എടുത്തോണ്ട് അത് വിരിച്ചിട്ട് അതുപോലെ തന്നെ കുറേ തുണികൾ മടക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. തിരിച്ചു വരുമ്പോൾ നമ്മളിവിടെ അച്ഛനമ്മമാരുണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ പണിയാവണ്ട. ഓരോരുത്തരെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ കുളി കഴിഞ്ഞപ്പോൾ അമ്മ കുളിക്കാൻ പോയിട്ടുണ്ട്. പാർക്കുട്ടീനെ കുളിപ്പിച്ചിട്ട് പാർക്കുട്ടിക്ക് കുളി കഴിഞ്ഞാൽ പാല് കുടി ഇരിക്കണ സമയം തുടങ്ങിയിട്ട് നിർത്തിയപ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു ശീല എന്തെങ്കിലും കഴിക്കാൻ വേണം കുളി കഴിഞ്ഞാൽ. അപ്പോൾ ആളവിടെ നിന്ന് എന്തോ കഴിക്കുന്നുണ്ട്. നമ്മുടെ ചോക്കോസ് ഇല്ലേ, ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും വാങ്ങി കൊടുക്കാറുണ്ട് വല്ലപ്പോഴും. അപ്പം ഞങ്ങൾ ഈ എന്താ പറയുക കുറച്ചൊരു ട്രിപ്പിൻ്റെ ഒരു ഉണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അച്ഛനമ്മമാരിവിടെ നിൽക്കും, പിള്ളേരെ കൊണ്ടുപോകണില്ല. ഞാനതൊക്കെ പിന്നെ പറയാൻ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ചേട്ടൻ മാത്രമേ പോകുന്നുള്ളൂ. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് സെയിലിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് അല്ലാണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് അടിച്ച് പൊളിക്കാനുള്ള ട്രിപ്പല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷു കഴിഞ്ഞ് വരുമ്പോൾ അച്ഛനമ്മമാർ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് കൂടെ വാങ്ങി വെച്ചു, പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ വെക്കേഷനല്ലേ. അപ്പോൾ ഈ ഒരു ബാഗ് ഞാൻ കൊണ്ടുപോട്ടെ എപ്പോഴും. ഇതിൽ ഗ്രീൻ ടീ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്, കുറച്ചധികം ഗ്രീൻ ടീ ഉണ്ട്. പിന്നെ ഇത് എന്തോ മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്, പുറത്തേക്ക് ചാടി. സൺസ്ക്രീനിൻ്റെ ഒരു വെറ്റ് വേപ്പ് പുറത്തേക്കായിട്ടിരിക്കണേ, പാറ് വലിച്ചെടുത്തതാണ്. അങ്ങനെ പിന്നെ കുറച്ച് നമ്മുടെ എന്താ പറയുക അങ്ങനത്തെ ക്ലിപ്പുകളും, പിന്നെ എപ്പോഴും ഒരു റേസർ ഉണ്ടാവും എവിടേക്കാനൊക്കെ പോകുമ്പോൾ കൈ പിടിക്കണ്ട. പിന്നെ നമ്മുടെ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഇതങ്ങനത്തെ എന്താ പറയുക നമ്മുടെ സാറ്റിൻ്റെ ക്ലിപ്പല്ല ബണ്ണ്, ലിപ്സ്റ്റിക്കുകൾ അങ്ങനത്തെ. പിന്നെ ഒരു 1-2 ജോഡി കമ്മൽ, ഇതൊക്കെ എപ്പോഴും ഉണ്ടാവും കേട്ടോ. എന്താ വെച്ചാൽ എവിടേക്കാലൊക്കെ പോകുമ്പോൾ എടുക്കണ ബാഗ്. അപ്പോൾ അത് ചില കാര്യങ്ങൾ ഞാൻ ഇതിൽ തന്നെ എടുത്ത് വയ്ക്കാറില്ല അങ്ങോട്ട് തിരിച്ച്. വലിയത് അമ്മൂനായിരുന്നു. അമ്മൂന് കൂടുതലും മുടിയുള്ള സമയത്ത് ഇത്രയും വലുത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പം ഞാനത് സ്കിൻ കെയർ ചെയ്തു. ഞാൻ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി ഇത് നമ്മുടെ സൺസ്ക്രീൻ. ഇത് നമ്മുടെ എലാസെറക്സിൻ്റെ കുങ്കുമാതി സൺ പ്രൊട്ടക്ഷൻ ലോഷനാണ്. ഇപ്പോൾ വെയിലല്ല, നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിലാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ സ്കിൻ കെയറിൽ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടതാട്ടോ സൺസ്ക്രീൻ. നമുക്കത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണം മനസ്സിലാവുള്ളൂ. നമ്മൾ എല്ലാവരും പറയണ അതാണ്, യൂസ് ചെയ്യുന്നത്. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊന്നും തോന്നുന്നുണ്ടാവില്ല ചിലപ്പോൾ, പക്ഷെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ജിമ്മിൽ പോയിട്ട് എനിക്കിപ്പോൾ സ്കിന്ന് നല്ല രീതിക്ക് തന്നെ ഷൈനി ആവുന്നുണ്ട്. ജിമ്മിൽ പോയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യല്ലേ, അതായത് വിയർത്ത് നല്ല രീതിക്ക് തന്നെ. പ്രത്യേകിച്ച് എൻ്റെ ഒരു ബോഡി ടൈപ്പ് എന്ന് പറഞ്ഞാൽ വിയർത്ത് ഭയങ്കരമായി വിയർക്കും. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എപ്പോഴും എന്നൊന്നും പറഞ്ഞോണം തല കഴുകണം. ജിമ്മിൽ പോവാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ തല കഴുകുന്നത്. സൺഡേ ചിലപ്പോൾ സൺഡേ കഴുകും കേട്ടോ, എന്തെങ്കിലും പാക്കും കാര്യങ്ങളൊക്കെ ഇടുന്നെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എന്നും ഇങ്ങനെ എന്താ പറയുക മറ്റേ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എന്നും തല കുളിക്കേണ്ടി വരും. ഞാൻ കുളിച്ചിട്ട് നിൽക്കണം മുടി ഇതേ. അപ്പം ഞാൻ ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ഈ ഒരു ബാഗായിട്ട് എടുക്കാറ്. ഇതിൽ 2 ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവരുടെയും. പിന്നെ അമ്മ എപ്പോഴും അമ്മൂന് സെപ്പറേറ്റ് ഇപ്പോൾ ബാഗ് എടുക്കും. ടാബ്, ബുക്ക്, പേന, പെൻസിൽ, കണ്ണിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പറയും ഞാൻ എൻ്റെ സാധനം ഞാൻ എടുത്തോളാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളൊരു ബാഗ് എടുക്കും, ചെറിയ ബാഗ്. അതിലവളുടെ ഡ്രസ്സുകൾ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇന്ന പോലെ ഡ്രസ്സ് വേണം, നമ്മളോട് ചെന്നിട്ട് ഇടാൻ വേണം, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേണം, തിരിച്ചു വരുമ്പോൾ വേണം. അപ്പോൾ അങ്ങനെ ഒരു 4 ജോഡി ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് എടുത്ത് വയ്ക്കും, അതിൻ്റെ ഇന്നർ വെയറുകളും. പിന്നെ അവളുടെ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വയ്ക്കും. അപ്പം ഇതിൽ ഇപ്പം എൻ്റെയും പാറുവിൻ്റെയും ചാറ്റിൻ്റെയാണ്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ പാറുവിൻ്റെ മരുന്ന്, മന്ത്രം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെറിയൊരു എന്താ പറയുക ബാക്ക് പാക്ക് പോലെ ഒരെണ്ണെടുക്കും. ഇതൊക്കെയാണ് ഞങ്ങൾ പോകുമ്പോൾ. പിന്നെ ചെടി മൊത്തം നനയ്ക്കണം. ടിപ്പുവിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ ഒരു ദിവസം പോകണുള്ളത് കൊണ്ട് തന്നെ ടിപ്പുവിന് ഫുഡ് കൊടുത്തിട്ട് നമ്മളിവിടെ നെയ്വർ ഉണ്ടാവുക, അവരുടെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോവുക ഫുഡ് കൊടുക്കാനായിട്ട്. അത് നമ്മൾ സെറ്റപ്പിൽ ചെയ്ത് വെക്കും. ജസ്റ്റ് കൂടും തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും. കൂട്ടിൽ വെച്ചിട്ട് ജസ്റ്റ് ക്ലാമ്പ് ചെയ്ത് വെക്കും. അപ്പോൾ പുറത്തുനിന്ന് അവർക്ക് വലിച്ചു കഴിഞ്ഞാൽ കൂട് തുറക്കാൻ പറ്റും. അപ്പോൾ അവൻ കയറി കഴിക്കും നാളെ വന്ന് വലിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ മറ്റന്നാൾ രാവിലെ ആകുമ്പോൾ വരും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി കുറച്ചുകൂടെ പരിപാടി ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ പോകണം, വിഷുവല്ല. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്നിട്ട് വേണം പോകാനായിട്ട്. നല്ലൊരു ഉച്ചരിയും ചിലപ്പോൾ എത്തുമ്പോൾ. എൻ്റെ ഈ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പിന്നെ വന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് വന്നിട്ട് ഒരു പെർഫ്യൂമാണ്. പേരൊക്കെ എന്നിട്ടൊക്കെയാണ് അവർക്ക് അറിഞ്ഞൂടാ. ഒരുമാതിരി ഗോർജസ് ബൈ ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്നൊക്കെ എഴുതിയുണ്ട്. ഇത് ഞാൻ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കരമായ റിവ്യൂ കണ്ടിട്ട് ഞാൻ മേടിച്ചതാട്ടോ.
സംഭവമൊക്കെ സ്മെല്ലൊക്കെ ഒരു ഫ്രൂട്ടി അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലാട്ടോ വരുന്നത്. ഒരു ഫ്രൂട്ടി മാതിരിയുള്ളൊരു ആ ഒരു ഫ്രേഗ്രൻസ് ആണ് ഇതിന് വരുന്നത്. പിന്നെ ഈ സംഭവം ലാസ്റ്റ് ചെയ്യില്ല, അത്രേ ഉള്ളൂ. സംഭവമൊക്കെ കൊള്ളാം, ലാസ്റ്റ് ചെയ്യില്ല. നമുക്ക് അടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല സ്മെല്ലുണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ സാധനം പോവും, ആവിയാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ചില സമയങ്ങളിൽ തോന്നുമ്പോൾ ഇടുന്ന് അടിക്കും, എന്നിട്ട് ഇവിടെ വെക്കും അങ്ങനെ. പിന്നെ നമ്മൾ എന്തെങ്കിലും ബാഗ് സാധനങ്ങളൊക്കെ ബാക്ക് പാക്ക് കൊണ്ടുപോയില്ലേ, അപ്പോൾ അതിനുള്ളിൽ ഇങ്ങനെ അടിക്കും. അപ്പോൾ അത് അടച്ച് വയ്ക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാണ്, അപ്പോൾ ചിലവാവേണ്ട. ബോട്ടിലൊക്കെ കാണാൻ രസമുണ്ട് കേട്ടോ, അങ്ങനെ ഒരു ക്രിസ്റ്റൽ മാതിരി തോന്നിക്കും. ഇവിടെ ഈ ഭാഗം കണ്ടില്ലേ, അങ്ങനെ നല്ല രസമുണ്ട്. അങ്ങനെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ദേ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ഈ ഡ്രസ്സ് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ മേക്കപ്പ് എന്ന് പറയാനായിട്ട് നമ്മുടെ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ട്രോപ്പ് ക്രീം ആട്ടോ. അതും കുറച്ചെടുത്തിട്ട്, പിന്നെ നമ്മുടെ ലാക്മിയുടെ ആ ഒരു ഉണ്ടിയിൽ ബോൾ, അതൊരു മൂസ് ഫൗണ്ടേഷനാണ്, അത് കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു നാച്ചുറൽ ഗ്ലോ. എനിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ അതായത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഫേസിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കളറാണ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നാച്ചുറലായിട്ട് തോന്നും. ഫേസ് അധികം ഓയിലി ആക്കില്ല, അതുപോലെ തന്നെ വല്ലാണ്ട് ഡ്രൈ ആക്കില്ല. നല്ല ഭംഗിയായിട്ടിരിക്കണം ഒരു ഫൗണ്ടേഷൻ ആട്ടോ. നിങ്ങൾ ഒരു എന്താ പറയുക, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളതെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു, പിന്നെ നമുക്ക് ഓയിലി സ്കിന്നാണ് അറിയാം, കുരു വരുന്നവരാണെങ്കിൽ ഇത് നല്ലതാട്ടോ. ഈ ഒരു ബോള് ലാക്മിയുടെ ഫൗണ്ടേഷൻ വേണമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം, അടിപൊളിയായിട്ടാട്ടോ. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനെ വല്ലാണ്ട് അങ്ങനെ പുട്ടടിച്ച പോലെയോ പാണ്ട് പിടിച്ച പോലെയോ അങ്ങനെയൊന്നും ഇരിക്കില്ല, നല്ലോണം ബ്ലെൻഡ് ആവും ഈസിലി. അതാട്ടത് ഉപയോഗിക്കണം, എൻ്റെ ഒരു മെയിൻ കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ദേ ലിപ്പ് ലൈൻ ചെയ്യുന്നുണ്ട്. ഇതൊരു കാജലായിട്ട് ആക്ച്വലി. അപ്പോൾ ഈ കാജൽ എനിക്ക് ഭയങ്കര ഇഷ്ടം, മാൾസിൻ്റെയാണ്, ഞാൻ ടാഗ് കൊടുക്കാം. ഇത് നമുക്ക് ലിപ്പ് ലൈൻ ചെയ്യുമ്പോൾ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് ഏജ് ആകുമ്പോൾ തുടങ്ങിയിട്ട് നമ്മുടെ ലിപ്സ് കുറേ കൂടി ഉള്ളിലേക്ക് പോയി തുടങ്ങും. അതായത് ഇങ്ങനെ ഉള്ളിലേക്ക് മെയിനായിട്ട് അപ്പർ ലിപ്പ്. അപ്പോൾ നമുക്ക് അതൊന്ന് കൂടുതലായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, നമുക്കിങ്ങനെ കുറച്ച് കൂടുതലായിട്ട് അതൊന്ന് ലൈൻ ചെയ്തിട്ട് അതിന് കുറച്ച് ഹൈലൈറ്റ് ചെയ്യിക്കും. ലൈൻ ചെയ്യുമ്പോൾ അതിനെയാണ് കുറച്ച് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചുണ്ട് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. അത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കുറച്ച് ഏജ് ആകുമ്പോൾ തുടങ്ങിയിട്ട് നമ്മുടെ മുകൾ ചുണ്ട് ഉള്ളിലേക്ക് പോയി തുടങ്ങും, അങ്ങനെ ഉള്ളിലേക്ക് വന്നു തുടങ്ങും. അത് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ മുടി അധികം ഉണങ്ങാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ചീകിട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തി. ഇതൊരു 300 റുപ്പീസിൻ്റെ കുർത്തി കേട്ടോ, നല്ല രസമുള്ളതാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. അങ്ങനെ നമുക്കിനി നമ്മുടെ പാർക്കുട്ടി അമ്മക്കുട്ടിയൊക്കെ നോക്കാം. അപ്പോൾ അതേ അമ്മു സെറ്റായി ഉണ്ടാവുള്ളൂ, പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒരുക്കണ്ടാവുള്ളൂ, ഞാൻ സ്വയം പോയി ഒരുങ്ങി ഡ്രസ്സ് മാറിക്കോളും. പാർക്കുട്ടിനെ ഞാൻ ഒരുക്കി നമ്മൾ കാറിൻ്റെ നമുക്ക് ബേബി സീറ്റില്ലേ അതിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ പോവാട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർക്ക് എന്താ പറയുക, നമ്മൾ ഇറങ്ങിയപ്പോൾ ഏകദേശം ഉച്ച സമയമായി, കാരണം കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഇറങ്ങാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണം, എന്തെങ്കിലും മേടിച്ചായോ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ അവിടെ എത്തുമ്പോൾ എന്തായാലും 2 മണിയൊക്കെ ആവും. അപ്പോൾ പിള്ളേർക്കും ഒരു വിശപ്പ്, അപ്പോൾ അതൊക്കെ പറഞ്ഞ് പിള്ളേർ ഇങ്ങനെ ഒച്ചകൂട്ടിയിരിക്കുക കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അന്തിക്കാടെത്തി ബാഗൊക്കെ എടുത്ത് വെച്ച് ദേ ആ ചേട്ടൻ അവിടെ ചെരുപ്പ് ഊരിനുള്ളൂ കേട്ടോ, കയറിനുള്ളൂ. അപ്പോൾ നമ്മൾ 2 മണി കഴിഞ്ഞ് വീട്ടിലുണ്ടായ നമ്മുടെ കോളിലുണ്ടായ തണ്ണിമത്തങ്ങയാണ്, ഫ്രഷ് തണ്ണിമത്തങ്ങ. പാരുവിന് തണ്ണിമത്തങ്ങ ഇഷ്ടപ്പെട്ട. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് ബീഫുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനെയല്ല ഒരു ഒട്ടുമിക്ക നോൺ വെജും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബ്രാലില്ലേ അതും ഉണ്ട് കേട്ടോ. അത് നമുക്ക് നമ്മുടെ കോളിൽ നിന്ന് കിട്ടിയതാട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരമായി, ഏകദേശം 3 മണിക്ക് ആവാറായി, വന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പണികളൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ കിടന്നു കേട്ടോ. അപ്പോൾ അമ്മ അവിടെ TV കണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കിടക്കുന്ന കണ്ടപ്പോൾ ചേട്ടൻ വന്നു, ചേട്ടൻ്റെ പിന്നാലെ പാറു വന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ അടി പൊടി പോരും. അതാണ് ഞങ്ങൾ കിടന്നു കഴിഞ്ഞാൽ പാറു ഇങ്ങനെ ഞെരടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കറങ്ങി. ചില നേരത്തെ പാറുവിന് എനിക്ക് സ്നേഹം കൂടുമ്പോൾ അങ്ങനെ കടിക്കാൻ തോന്നും. അപ്പം ഞാൻ പിടിച്ച് നല്ല കടി കൊടുക്കും. അതിപ്പോൾ മിക്ക അമ്മമാരൊക്കെ അങ്ങനെയൊക്കെ തന്നെ, പതുക്കെയാണ് കേട്ടോ, അങ്ങനെ മുറിക്കല്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ടാ, വേറെ ഒന്നല്ല, ഇങ്ങനെ ഇരുന്നപ്പോൾ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നതല്ല. അപ്പോൾ അമ്മൂനൊരു ആഗ്രഹം പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. പാറ് റെഡി ആയിട്ടുണ്ട്, അച്ഛനമ്മയൊക്കെ റെഡി ആയിട്ടുണ്ട്. എവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ലേ. ഞാനും നമ്മുടെ വിഷുവിനെ നമ്മൾ ചെയ്ത നല്ല ഭംഗിയുണ്ട് ചെയ്താറ്. രാത്രി ആയിട്ടാ, ഏകദേശം ഒരു 6:30 ആയിട്ടാ.
നമ്മൾ പോയത് ശോഭാമോളിലേക്ക് കേട്ടോ. കാരണം എന്താ പറയുക, തൃശ്ശൂരുള്ളത്. കാരണം അച്ഛനും അമ്മയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് അവർക്കൊക്കെ അതൊക്കെ കാണിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ, ശോഭാമോളിലേക്ക്. അങ്ങനെ നമ്മളവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഫുഡ് കോർട്ടിൽ വന്നു. അപ്പോൾ അവർ ആദ്യമായിട്ടില്ല അങ്ങനെ വരുന്നത്. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കാണാത്തതൊക്കെ അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയാണെങ്കിലും ചേട്ടൻ്റെ ആണെങ്കിലും അവരിങ്ങനെ എല്ലാം കണ്ടിട്ടുണ്ടാവില്ലല്ലോ. നമ്മളെല്ലാവരെയൊക്കെ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ നമ്മൾ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ ഷെയ്ക്ക് മേടിച്ചു വിട്ടു. അവർ അമ്മ ആദ്യമായിട്ട് കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഷെയ്ക്ക്. അപ്പം അമ്മ പറയും എന്തോരം കുറേ ഉണ്ടല്ലോ, വലിയ ഗ്ലാസ് നിറയെ ഷെയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതിനൊക്കെ ഇങ്ങനെ പറഞ്ഞ് രസം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കഴിച്ചു. പിന്നെ ഞാൻ വേറൊരു സാധനം മേടിച്ച് കാണിച്ചു കൊടുത്തിട്ടോ, മറ്റേ വേഫറിൻ്റെ സംഭവമില്ലേ, ഇത് ബബിൾ വേഫറാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടി ഇതിൻ്റെ വലിപ്പം കണ്ടപ്പോൾ. ഞങ്ങളങ്ങനെ കഴിക്കലൊന്നും ഇല്ല, പക്ഷേ ഏതോ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ നമ്മൾ പിള്ളേർ കളിക്കണ ആ സംഭവമില്ലേ, അവിടെ എത്തി കിഡ്സ് സോണിൽ. അപ്പോൾ അവിടുന്ന് അതേ അമ്മക്കുട്ടി ഫോട്ടോ എടുക്കൽ, അച്ഛൻ്റെ അമ്മമ്മയുടെ അച്ഛന്മാരൊക്കെ ഫോട്ടോ എടുക്കൽ, പിന്നെ കളിക്കൽ, പാറക്കുട്ടിയുടെ ഒരു കളി, അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നേരെ വീട്ടിലെത്തി. അപ്പോൾ നമ്മളിതേ വീട്ടിലെത്തി. ഇപ്പോൾ 9-9:30 ആവാറായിട്ടാണ്. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, നേരെ കിടന്നുറങ്ങാം. വേറൊക്കെ ഫുൾ ടൈം കൈമാതിരടിച്ചിട്ട്. അപ്പം ഞാൻ സൂത്രം കാണിച്ചു തരാം കേട്ടോ. മാങ്ങ ഉപ്പിലിട്ട് ഉണക്കി. അപ്പോൾ വേറൊന്നല്ല, നമ്മുടെ എന്താ പറയുക, മാങ്ങയില്ലേ, പച്ചമാങ്ങ പൂളിയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അതിൽ ഉപ്പ് തേച്ചിട്ട് വെച്ചിട്ടുള്ള കേട്ടോ. നല്ല ടേസ്റ്റ്. ഉണങ്ങിയുണ്ട്, നല്ല ഉണങ്ങി കട്ടിച്ചിട്ടിരിക്കണത്. അതുപോലെ തന്നെ നമ്മുടെ കയ്പ്പയ്ക്കും ഉണ്ട് കേട്ടോ, ഉപ്പും മുളകും. ഉപ്പും മാത്രം പുരട്ടിച്ചിട്ടുണ്ട്. പാറുവിന് നല്ല ഇഷ്ടമായിട്ട്. പാറു എന്നിട്ട് കയ്പ്പയ്ക്കാണ്, ഇത് സൂപ്പറാന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ നൈറ്റ് DH സിറം, നൈറ്റ് DH ക്രീമും ഞാൻ ഇടണം കേട്ടോ. അത് നല്ലതാട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എന്താ പറയുക, ആൻറ്റി ഏജിങ്ങിനുള്ള നല്ല പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഇത് രണ്ടും യൂസ് ചെയ്താൽ മതി. അടിപൊളിയാണ്. സ്കിന്നിൻ്റെ സാഗിങ്ങും അതുപോലെ തന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, അതുപോലെ നമ്മുടെ നെക്കിലത്തെ വരകൾ, ഇതൊക്കെ നല്ല രീതിക്ക് തന്നെ മാറ്റും. പിന്നെ നമ്മുടെ നിലാസെറപ്സിൻ്റെ ലിപ് ബാം, ഇത് പറയണ്ട, ഇത് അത്രയും ബെസ്റ്റാണ്. ഇതിനൊക്കെ ഒരുപാട് ആൾക്കാർ എന്താ പറയുക, കുറേ അധികം പേര് മേടിച്ച് പോകണ്ടിട്ട്, ഒരുപാട് എണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പം ഇത്രയും നല്ലതാണ്. 100% ഹെർബലാണ്. യാതൊരുവിധ പ്രിസർവേറ്റീവ്സോ കളറോ അതുപോലെ തന്നെ പിഗ്മെൻറ്റോ ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടോ ഇതിൽ. അപ്പം അത്രയേ ഉള്ളൂ. കഴിയാറായി. പിന്നെ എൻ്റെ എന്താ പറയുക, ടീത്ത് ക്ലിപ്പില്ലേ നമുക്ക്, അതാണ് പ്ലെയിൻ ക്ലിപ്പ്. അത് ഇടാറുണ്ട് കേട്ടോ. കാരണം ചില പല്ലിനിടയിൽ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്, അത് ഇട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് പല്ല് കെട്ടിപ്പോൾ ഉള്ള പ്രശ്നമാണത്, അങ്ങനെ ഗ്യാപ്പ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ താഴെയാട്ടോ കിടുന്നത്. കാരണം കട്ടിലുമ്പോൾ എല്ലാം കൂടി ഒന്നാമത്തെ ഉഷ്ണമാണ്, പിന്നെ ഇടികൂടി കിടക്കാൻ പറ്റില്ല. അപ്പം ചേട്ടൻ അവിടെ കിടക്കും, ഞാനും പാറും ഇവിടെ ജസ്റ്റ് ഒരു ക്ലോത്ത് വിരിച്ചിട്ട് കിടക്കണം കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ കണി. അപ്പം ഞങ്ങൾക്ക് അറിയാവുന്നതും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാട്ടോ ഞങ്ങൾ കണി വയ്ക്കുക. അങ്ങനെ അപ്പോൾ നമ്മൾ കണി വെച്ചിട്ട് ഞാൻ എണീറ്റ് കണിയൊക്കെ കണ്ടു. അമ്മ എനിക്ക് കണി കണ്ടു. അമ്മ ദൈവം കൂട്ടുമായിരുന്നു. അങ്ങനെ പാറക്കുട്ടി എണീറ്റുണ്ട്. അങ്ങനെ ഇനി നമ്മൾ എന്താ പറയുക, കുളിച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുളിച്ചു. അപ്പോൾ എനിക്കൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിൽ എന്തായാലും ഇവരെന്നും പണിയെടുക്കുക, അടുക്കളയിൽ അമ്മയൊക്കെ പണിയെടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ പുറത്തുനിന്ന് കേട്ടോ നമ്മൾ എന്താ പറയുക, കറികളും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അമ്മതി കാപ്പി എന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് ഇവരെയും കൊണ്ട് നമ്മൾ തൃശ്ശൂർ പോകാമെന്ന് വിചാരിച്ചു. വടക്കുന്നാഥ അമ്പലം ഒക്കെ കാണാമല്ലോ. അത് എന്നും നമുക്ക് പറ്റില്ലല്ലോ, എപ്പോഴും നമ്മളിവിടെ ഇല്ല. അപ്പോൾ നമ്മളുള്ളപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. എന്നും അടുക്കളയിൽ സാമ്പാർ അവിയലൊക്കെ വെക്കുന്നതല്ലേ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ, ഇനിയിപ്പോൾ അടുത്ത പോലെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, ഇക്കൊല്ലം ഇങ്ങനെ. അപ്പോൾ ഞാനും അമ്മയൊക്കെ ഡ്രസ്സ് മാറി. അങ്ങനെ പാറക്കുട്ടി, ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാനത് കാണിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ച ഡ്രസ്സുകളെ ഞാൻ ഇടാറുള്ളൂ, അതുകൊണ്ട് വേറെ ഇതിന് വേണ്ടി പുതിയത് മേടിക്കാറൊന്നുമില്ല. അങ്ങനെ എല്ലാവരും കൊണ്ട് ഞങ്ങൾ ഇറങ്ങിട്ടോ, അമ്മയും അച്ഛനും. അങ്ങനെ നമ്മൾ ആദ്യം പോയത് ഞങ്ങൾ അമ്പിസ്വാമിയുടെ അവിടെ നിന്നാണ് ഫുഡ്, ഫേമസ് അമ്പിസ്വാമിയുടെ ഫുഡില്ലേ, അവിടെ നട്ടാ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ മേടിക്കണം. 10:15 ഉള്ളിൽ വന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കിറ്റ് കിട്ടി, പ്ലസ് വിത്ത് ഇല കിട്ടി. അതിൻ്റെ കൂടെ നമുക്ക് കൈനീട്ടം കിട്ടിയിട്ട് അമ്പിസ്വാമിയുടെ. അപ്പോൾ അത് ഞാനൊരു 2 ആഴ്ച മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് വടക്കുന്നാഥ അമ്പലത്തിലാണ്. അമ്പലത്തിലൊക്കെ പോയി കുറച്ച് നേരമൊക്കെ അവിടെ നല്ല എന്തോരം ആൾക്കാരാണെന്ന് അറിയാൻ വന്നിട്ടില്ലേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ ഭയങ്കര ഒരു പീസ്ഫുൾ മൈൻഡ് തോന്നും നമുക്ക്. പിന്നെ ഫോട്ടോ എടുപ്പാണ്. എല്ലാവരും ഇതൊക്കെ തന്നെ ചെയ്യണേ. തൊഴുത് വന്നിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കുക. അപ്പോൾ അച്ഛനും അമ്മേനെയും കൂടി കൂട്ടി നിർത്തി, അച്ഛന് അമ്മേനെയും എന്താ പറയുക, പേരക്കുട്ടി മോനും കൂടിയിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഒരുമിച്ച് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ വന്നിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇനി പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ ഞാൻ അടിച്ചൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് അടിച്ചു തുടയ്ക്കാൻ പറ്റിയിരുന്നില്ല. നമ്മൾ നേരെ ഒരു 10 മണിയാകുമ്പോഴേക്കെങ്കിലും അമ്പിസ്വാമിയുടെ അടുത്ത ഫുഡ് അവരെടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം പോയി തിരിച്ചു വന്നിട്ടാണ് പിന്നെ ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിലത്തെ കുറച്ച് തുടയും കാര്യങ്ങളൊക്കെ. അങ്ങനെ അത് ചെയ്യാണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ പപ്പടം നമുക്ക് റോ ആയിട്ട് കിട്ടിയത്, അത് നമ്മൾ വറക്കണം. അതായത് വറുക്കാത്ത പപ്പടമായിരുന്നു കിട്ടിയത്.
അപ്പോൾ അത് വറക്കത്ര ഇനി പണിയുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഫുഡ് കിട്ടിയെന്ന്. അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ പാക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ളത്. പപ്പടം കണ്ടില്ല അങ്ങനെ വന്നത്. പിന്നെ ഇത് നമ്മുടെ കായ വറുത്തതും ശർക്കര ഉപ്പേരിയൊക്കെ പാറക്കുട്ടി പൊട്ടിച്ചു. 2 ടൈപ്പ് പായസാട്ടോ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നമ്മൾ 5 പേർക്കുള്ള ഫുഡാട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ തരത്തിലുള്ള കറികൾ വിത്ത് കേട്, രസം, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമുക്കിതേ ഇതുപോലെ 5 പേർക്കുള്ള നല്ല അടിപൊളിയില്ല. അപ്പോൾ ദേ നമുക്ക് പുളിഞ്ചി, അച്ചാർ, അതുപോലെ സ്റ്റൂ, തോരൻ, കൂട്ടുകറി, പിന്നെ അവിയൽ, സാമ്പാർ, പിന്നെ 2 തരത്തിലുള്ള പായസം, പിന്നെ തൈരുണ്ട്, കട്ട തൈരില്ലാത്തത്, രസം, പിന്നെ അങ്ങനെ ഒരു 5-6 തരം കറികളും പിന്നെ ബാക്കി കുറേ ഐറ്റംസ് അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു. പിന്നെ ചേട്ടൻ്റെ അനിയനെ എവിടെയും ചോദിക്കേണ്ട കുറച്ച് പേര്. അപ്പോൾ അവൻ ഇവിടെ ഇല്ല, അവൻ ഗൾഫിലാണ്. ജോലി സംബന്ധമായിട്ട് അവൻ അവിടെ ആട്ടോ. ഇപ്പോൾ 1 കൊല്ലം ആവണു പോയിട്ട്. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ കഴിക്കാട്ടോ. അപ്പോൾ അതൊരു സന്തോഷമുള്ളൊരു നമ്മുടെ നിമിഷം, നമ്മുടെ വിഷു. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വിഷു ആഘോഷിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. പായസം നമുക്ക് കിട്ടിയത് ഒരെണ്ണം നമ്മുടെ പരിപ്പില്ലേ, നല്ല കട്ടപ്പരിപ്പ് പായസം, പിന്നെ ഒരെണ്ണം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാലട പായസമായിട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ കുടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞു എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് കിടക്കുക. പാറക്കുട്ടിയും കുടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചോറ് കുറച്ചിട്ട് കറികൾ കൂടുതലെടുത്തിട്ട് പായസം കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എപ്പോഴും കുടിക്കുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പായസം ഞാൻ കുടിക്കാം കേട്ടോ. പിന്നെ എല്ലാവരും റെസ്റ്റിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആരും ടി വിയുടെ മുന്നിലില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ദിലീപിൻ്റെ സിനിമ വെട്ടം വെച്ചു. ഞാൻ അങ്ങനത്തെ ദിലീപിൻ്റെ കുറച്ച് സിനിമകളോട് ഇഷ്ടമുള്ള ആളാണ്, പഴയ കോമഡി സിനിമകളൊക്കെ. അപ്പോൾ അത് വെച്ചിട്ട് അത് അങ്ങോട്ട് ഇരുന്ന് കണ്ടു. മുഴുവൻ കാണാൻ പറ്റിയില്ല, അപ്പോഴേക്കും 1-2 കസിൻസൊക്കെ വന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങൽ കുറവാണ് വീട്ടിലൊക്കെ. അപ്പം ഞങ്ങൾ വരുമ്പോഴാണ് മേടിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കുറച്ച് മേടിച്ചുള്ളൂ. അമ്മൂനൊരു പിസ്സ മേടിച്ചു. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ഫ്രൈഡ് മേടിച്ചു ചിക്കൻ. അങ്ങനെ ദേ നമ്മൾ പിറ്റേ ദിവസമാണ് ഇനി നമ്മൾ പോവാട്ടോ. അപ്പം ഞാൻ പിന്നെ വ്ളോഗ് പിറ്റേ ദിവസം എടുത്തത്. അങ്ങനെ എണീറ്റു, പാർക്കുട്ടി നേരത്തെ എണീറ്റ് പോയിട്ടുണ്ട്. ചേട്ടനെ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ നമ്മൾ അച്ഛനും അമ്മയും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മച്ചിയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ദേ അമ്മച്ചീനെയും കൂട്ടി അച്ഛനമ്മയും അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ നമ്മുടെ കുറ്റിപ്പുറം മലപ്പുറത്തേക്ക് പോവാട്ടോ. അങ്ങനെ ഇപ്പോൾ പാറക്കുട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് നമ്മുടെ മീനോളജി കയറി തൃശ്ശൂർ. അവിടെ മീനിൻ്റെ ഫിഷിൻ്റെ വിഭവങ്ങൾ കിട്ടും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വിഷു വ്ളോഗ്. ബാക്കി വിവരങ്ങളൊക്കെ നമ്മൾ പിന്നീട് പറയാം കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യാം, ഷോർട്സ് ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.